അപ്പോൾ ഈ ടി ടി സിസ്റ്റത്തിൻ്റെ അകത്ത് ബേസിക്കലി നടക്കുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫാൾട്ട് കറണ്ട് അതിൻ്റെ അകത്ത് ഉണ്ടാകുമ്പോൾ അതിൻ്റെ അകത്തൊരു ഫാൾട്ട് വോൾട്ടേജ് ഇൻഡ്യൂസ് ആകുന്നു. അതായത് ഇതിൻ്റെ അകത്ത് എർത്തിൻ്റെ റെസിസ്റ്റൻസ് പ്രകാരം ഉള്ളൊരു വോൾട്ടേജ് ഉണ്ടാകുന്നു. അപ്പോൾ എർത്തിങ് റെസിസ്റ്റൻസ് ഭയങ്കര ലോ ആയതുകൊണ്ട് തന്നെ കറണ്ട് ഹൈ ആയതുകൊണ്ട് വോൾട്ടേജ് ഹൈ ആകുന്നു. കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ ആണല്ലോ. അപ്പോൾ റെസിസ്റ്റൻസ് കുറവാണ്, കറണ്ട് കൂടുതലാണ്. അപ്പോൾ രണ്ടും കൂടി മൾട്ടിപ്ലൈ ആകുമ്പോഴത്തേക്കും ഒരു ഹയർ വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡ് ജനറേറ്റ് ആകുന്നു. മീൻസ് നമ്മുടെ ഒരു നോർമൽ വോൾട്ടേജിൻ്റെ ഒരു ഹാഫ് എങ്കിലൊക്കെ ആയിട്ടുള്ള ഒരു വോൾട്ടേജ് ജനറേറ്റ് ആകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ അവിടുത്തെ ഫർദർ അതിൻ്റെ ഡാമേജുകൾ സംഭവിക്കാണ്ടിരിക്കാൻ എത്രയും പെട്ടെന്ന് ഒരു റെസിഡ്യൂവൽ കറണ്ട് ഡിവൈസ് കൊണ്ട് കറണ്ടിനെ, അതായത് ഫാൾട്ട് കറണ്ടിനെ എത്രയും പെട്ടെന്ന് ഐസൊലേറ്റ് ചെയ്യുക, അതായത് ട്രിപ്പ് ചെയ്യുക. ടി എൻ സിസ്റ്റത്തിൻ്റെ അകത്ത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള റെസിസ്റ്റൻസ് വളരെ കുറവാണ്. മറ്റേ നമ്മൾ ടി ടി സിസ്റ്റത്തിൽ എർത്തിൻ്റെ റെസിസ്റ്റൻസ് അതിൻ്റെ അകത്ത് കയറിയെങ്കിൽ വരുന്നുണ്ട് 5 ohms 6 ഇഞ്ചിലൊക്കെ ഉള്ളത്. എന്നാൽ ടി എൻ സിസ്റ്റത്തിൻ്റെ അകത്ത് ആകെ ഫാൾട്ട് കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഇവിടെ കാണാം. അപ്പോൾ അതിൻ്റെ അകത്തുള്ള വയറിൻ്റെ ലൂപ്പ് ഇമ്പഡൻസ് മാത്രമാണ് അതിൻ്റെ അകത്ത് റെസിസ്റ്റൻസ് ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇതിലെന്താ പ്രശ്നം വെച്ചാൽ റെസിസ്റ്റൻസ് കുറവായതുകൊണ്ട് കറണ്ട് ഫ്ലോ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ അത് കൂടെ ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊരു ഗ്രേറ്റർ ആയിട്ടുള്ളൊരു കറണ്ട് അതിൽ കൂടെ ഫ്ലോ ചെയ്യുമ്പോൾ നമ്മുടെ ഇതിന് ഡാമേജ് കൂടുതൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇവിടെയും റെസിഡ്യൂവൽ കറണ്ട് ഡിവൈസ് പോലത്തെ ഡിവൈസ് വെച്ചിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ഐസൊലേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ ഫേസ് ടു ഫേസ് അല്ലെങ്കിൽ ഫേസ് ടു ന്യൂട്രൽ ഫോൾട്ട് പോലത്തെ ഒരു അവസ്ഥയാണ് ഇതിൽ വരുന്നതുകൊണ്ട് നമ്മൾ ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ ഡിവൈസസ് യൂസ് ചെയ്തിട്ടാണ് ട്രിപ്പിംഗ് ആക്ഷൻസ് അതിനകത്ത് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ഇനി ഐ ടി സിസ്റ്റത്തിൽ ന്യൂട്രൽ അൺഎർത്തഡ് ആയതുകൊണ്ട് ഫാൾട്ട് കറണ്ട് ഐ ഡി എന്ന് പറയുന്ന സാധനം ഫ്ലോ ചെയ്യില്ല. അപ്പോൾ വോൾട്ടേജ് ഡേഞ്ചറസ് അല്ല. ആ ഇൻസ്റ്റലേഷൻ കൊണ്ട് ഓപ്പറേഷന് തന്നെ വയ്ക്കാം. അതിൽ ഇൻസ്റ്റലേഷൻ മോണിറ്ററിങ് ഡിവൈസ് ഉണ്ട്. ആ ഫസ്റ്റ് ഫാൾട്ട് വന്നു എന്നുള്ളത് മനസ്സിലാവും. എന്നിട്ട് അത് എലിമിനേറ്റ് ചെയ്യാനുള്ള പരിപാടികൾ ചെയ്യും. അതപ്പോൾ ID1 എന്ന് പറഞ്ഞാൽ ഒരു ഇത് എങ്ങനെ വന്നേക്കണമെന്ന് നോക്കിയിട്ട് അത് ഫാൾട്ട് ഡിറ്റക്ഷൻ്റെ IMDയിൽ മനസ്സിലാവും. അവിടെ എലിമിനേറ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കും. അപ്പോൾ അതാണ് ഇൻഡിക്കേഷൻ. ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ഫാൾട്ട് ID1 = 230 / ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഹയർ റെസിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ എയർ ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് കൂട്ടാം. ഇൻഫിനിറ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ ഈ കറണ്ടിന് ഫ്ലോ ചെയ്യാൻ വേണ്ടിയുള്ള പാത്തില്ല എന്നുള്ളൊരു മീനിങ് ആണ് അങ്ങനെ മനസ്സിലാക്കുക. കാരണം ഇതിന് ന്യൂട്രലിൽ താഴത്തേക്ക് ഒരു ലോ പൊട്ടൻഷ്യൽ ഇല്ല, എർത്തിലേക്ക് പോകാനില്ല. അപ്പോൾ അതുകൊണ്ട് ഇൻഡിക്കേഷൻ ഡിവൈസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പ്ലസ് ലൊക്കേറ്റിംഗ് ഓഫ് ദ ഫാൾട്ട് നമ്മൾ പറഞ്ഞു. പക്ഷെ അവിടെ ട്രിപ്പ് ചെയ്യില്ല. ഇനി ID2 അല്ലെങ്കിൽ സെക്കൻഡ് ഫാൾട്ട് വരുമ്പോഴത്തേക്കും അതിലും സെയിം ആ കണ്ടക്ടർ തന്നെയാണ്, ലൈവ് കണ്ടക്ടർ തന്നെയാണ് അതിൻ്റെ അകത്ത് ഫാൾട്ട് കറണ്ട് ഫ്ലോ ചെയ്യിക്കുന്നത്. ഇവിടെ കാണാം, ആ കറണ്ട് കൂടി 3 എന്ന് പറഞ്ഞ കണ്ടക്ടർ കൂടി തന്നെ കറണ്ട് ഫ്ലോ ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ പ്രശ്നമില്ല. പക്ഷേ 2 ഡിഫറെൻറ്റ് ഫാൾട്ട് കറണ്ട്, അതായത് ഇതിൽ സെക്കൻഡ് കേസിൽ ഇപ്പോൾ ഇതിലും കൂടി കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഒരവസ്ഥ, അതാണ് ഇതിലും കൂടി ഫ്ലോ ചെയ്യുന്ന അവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ ഡിവൈസ് യൂസ് ചെയ്ത് ട്രിപ്പ് ചെയ്യണം. അപ്പോൾ ടി ടി സിസ്റ്റത്തിൻ്റെ അകത്ത് റെസിഡ്യൂവൽ കറണ്ട് ഡിവൈസ് ലൈക്ക് RCCB ആണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ RCCBയിൽ സാധാരണ ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ ഇല്ല. അപ്പോൾ RCBO അല്ലെങ്കിൽ MCB അതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്തിട്ട് ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ കൂടി ഉണ്ടാക്കുന്നു. നമ്മുടെ TN സിസ്റ്റത്തിൽ ഫ്യൂസും പിന്നെ തെർമൽ മാഗ്നറ്റിക് സർക്യൂട്ട് ബ്രേക്കർ മുതലായ സാധനങ്ങളൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. IT സിസ്റ്റത്തിൻ്റെ അകത്ത് ഇൻഡിക്കേഷൻ ഡിവൈസ് ഉണ്ട്. അതുകൂടാതെ സർജ് കറണ്ട് ലിമിറ്റ് ചെയ്യാനുള്ള ഒരു ഡിവൈസും കൂടി അതിൻ്റെ അകത്ത് യൂസ് ചെയ്യും. അപ്പോൾ ഹൈ കറണ്ട് അങ്ങനെ എർത്ത് ചെയ്യപ്പെടും. പിന്നെ ഇൻഡിക്കേഷൻ മോണിറ്ററിങ് ഡിവൈസ് ജസ്റ്റ് എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഫോൾട്ട് ഉണ്ടെന്നുള്ള കാര്യം ഇൻഡിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഓരോ സിസ്റ്റത്തിൽ യൂസ് ചെയ്തേക്കുന്ന ഡിവൈസസ് കാണാം. റെസിഡ്യൂവൽ കറണ്ട് ഡിവൈസസിൽ അതിൻ്റെ 0.5 തൊട്ട് 125 ആമ്പയർ വരെ ഉള്ളതുണ്ട്.
ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ ഡിവൈസസ് ഉണ്ട്. ACB പോലത്തെ MCB മുതൽ ACB ACB MCCB വരെയൊക്കെയുള്ള സാധനങ്ങൾ വരുന്നുണ്ട്. സർജ് IT സിസ്റ്റത്തിൽ സർജ് ലിമിറ്റർ, സർജ് പ്രൊട്ടക്ഷൻസും പിന്നെ ഇൻസുലേഷൻ മോണിറ്ററിങ് ഡിവൈസുകളും എല്ലാം അതിൻ്റെ അകത്ത് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെ ഒരു കമ്പാരിസൺ പറയാൻ TT ആൻഡ് IT സിസ്റ്റത്തിൽ എർത്തിങ് അറേഞ്ച്മെൻറ്റിൽ ഫസ്റ്റ് ഇൻസുലേഷൻ ഫാൾട്ട് വരുമ്പോൾ കറണ്ട് ഭയങ്കര ലോ ആണ്, റിസ്ക് ഓഫ് ഫയർ ഭയങ്കര കുറവാണ്. ഫുൾ ഫാൾട്ട് വരുമ്പോഴത്തേക്കും ഇൻസുലേഷൻ ഫാൾട്ട് ഭയങ്കര ഹൈ ആണ് TN സിസ്റ്റത്തിൽ. അതുകൊണ്ട് അതിൽ ഡാമേജുകൾ കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇംപെഡൻസ് ഫാൾട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ റെസിഡൽ കറണ്ട് ഡിവൈസ് ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് TN സിസ്റ്റത്തിന് കുറച്ച് ബെറ്റർമെൻറ്റ് ഉണ്ടാവുക. TNC സിസ്റ്റത്തിൽ ഹയർ റിസ്ക് ഓഫ് ഫയർ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതായത് ലോഡ് അൺബാലൻസ് വരുന്ന കൊണ്ടുള്ളൊരു പ്രശ്നമാണ്. IT സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്ന ചോയ്സ് ഓഫ് IT സിസ്റ്റം കൂടുതലും കണ്ടിന്യൂറ്റി ഓഫ് സപ്ലൈ കിട്ടാൻ വേണ്ടിയാണ് അവിടെ. അപ്പോൾ അതിൽ വേറെ പല ഗുണങ്ങളുണ്ട്. വോൾട്ടേജ് സാഗ് അവോയ്ഡ് ചെയ്യുന്നു, ഫാൾട്ട് കറണ്ട് കാരണം ഡിസ്റ്റർബിങ് എഫക്റ്റുകൾ കുറയുന്നു, എക്യുപ്മെൻറ്റ് ഡാമേജസ് കുറയുന്നു, ഔട്ട് ഗോയിങ്ങിന് പ്രശ്നം വരാതെ മെയിൻ വെറുതെ ഓപ്പണായി ന്യൂസൻസ് സ്ട്രിപ്പിംഗ് ഒഴിവാകുന്നു. ഇത് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് ഫാൾട്ട് ഒരിക്കലും അതിൽ വരുന്നില്ല. ഇപ്പോൾ നോർമലി നമ്മൾ പല കോമ്പിനേഷനിലൊക്കെയാണ് ഇത് കൊണ്ടുപോകുന്നത്. ഓൾവേസ് കോമ്പിനേഷൻ മെഷേഴ്സ് ദാറ്റ് ഹെൽപ്സ് എൻഷ്യൂർ ദ കണ്ടിന്യൂറ്റി ഓഫ് സപ്ലൈ, ഡ്യൂൽ പവർ സപ്ലൈ, UPS ഡിസ്ക്രിമിനേഷൻ പ്രൊട്ടക്ഷൻ ഡിവൈസ്, IT മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സെട്ര എല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള ആയിരിക്കും. നമ്മൾ സിസ്റ്റം പല രീതിയിൽ ചെയ്ത് അത് മിക്സ് ചെയ്തൊക്കെ പോകുമ്പോഴായിരിക്കും നമുക്ക് ഒരു പ്രോപ്പർ പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ. ഇപ്പോൾ എൻ്റെ ഒരു സമ്മറിയാണ് കാണിച്ചേക്കുന്നത്. സ്റ്റാർസ് ഇട്ടിട്ടുണ്ട് ഓരോന്നിനും. പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് എല്ലാത്തിനും 3 സ്റ്റാർ ഉണ്ട്. എഗൻസ്റ്റ് ഫയറിന് TNCയും TNSലും സ്റ്റാർ കുറവാണ്. പിന്നെ ഇലക്ട്രിക്കൽ പവർ അവൈലബിലിറ്റി ഏറ്റവും മുൻപ് നിൽക്കുന്ന IT സിസ്റ്റത്തിലാണ്. ബാക്കി എല്ലാത്തിനും സ്റ്റാർ കുറവാണ്. പിന്നെ ഇലക്ട്രോമാഗ്നറ്റിക് ഡിസ്റ്റർബൻസ് എല്ലാത്തിനും ബാധിക്കുന്നുണ്ട്. 4 സ്റ്റാർ വന്നാൽ എക്സലൻറ്റ്, ഗുഡ് 3 സ്റ്റാർ, 2 സ്റ്റാർ എന്ന് പറഞ്ഞാൽ ആവറേജ്, 1 സ്റ്റാറെങ്കിൽ പുവർ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ സമ്മറി. അപ്പോൾ നമ്മൾ ഒരു എർത്തിങ് സിസ്റ്റം സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് മെയിനായിട്ട് നോക്കേണ്ടത് കണ്ടിന്യൂറ്റി ഓഫ് സപ്ലൈ വേണോ, അതോ അവിടുത്തെ മെയിൻ്റെനൻസ് ആണോ പ്രശ്നം, റിസ്ക് ഓഫ് ഫയർ ആണോ പ്രശ്നം, എല്ലാം കൂടി അതിൻ്റെ മിക്സ് ആയിട്ടുള്ള രീതിയിലാണോ വേണ്ടത്, എങ്ങനെ നോക്കിയിട്ട് നമ്മൾ ചെയ്യും. ഇപ്പം നമുക്ക് ഒരു TT സിസ്റ്റം പ്രിഫർ ചെയ്യണം. ഡിസ്ക്രിമിനേഷൻ ഓൺ ട്രിപ്പിംഗ് ഈസ് ഈസിയർ. അതായത് നമുക്ക് ട്രിപ്പിംഗ് കൃത്യമായിട്ട് ഐസൊലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലാണ് അതെടുക്കണത്. അത് TN സിസ്റ്റത്തിനേക്കാളും ഡാമേജ് കുറവേ ഉണ്ടാവുള്ളൂ. പക്ഷേ അതിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ, അതായത് ആ സിസ്റ്റം എക്സ്റ്റെൻഡ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇനി കണ്ടിന്യൂറ്റി ഓഫ് സപ്ലൈ ആവശ്യമില്ല, കാരണം അവിടെ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ TNS സിസ്റ്റം വരുന്നത്. അപ്പോൾ റാപ്പിഡ് റിപ്പയറും എക്സ്റ്റൻഷനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൽ. പിന്നെ കണ്ടിന്യൂറ്റി ഓഫ് സിസ്റ്റം സപ്ലൈ എസെൻഷ്യലും അല്ല, അവിടെ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റും ഇല്ല, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ TT സിസ്റ്റം വരും. പിന്നെ റിസ്ക് ഓഫ് ഫയർ ആണെങ്കിൽ IT സിസ്റ്റം ഇവിടെ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ. അപ്പം അങ്ങനെ ഓരോരോ കോമ്പിനേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഇതിൽ കൺക്ലൂഡ് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരേ ഒരു സിസ്റ്റം വെച്ച് ഉപയോഗിക്കുന്നത് അത്ര നല്ല ചോയ്സല്ല. നമ്മൾ സെവറൽ സിസ്റ്റംസ് യൂസ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് നല്ലത്. അപ്പോൾ ഇതാണ് സ്നൈഡർ ഇലക്ട്രിക് ടീമിൻ്റെ ഒരു സ്റ്റഡി നോട്ടാണ് എർത്തിങ്ങിനെ പറ്റിയൊക്കെ ഉള്ളതും ട്രിപ്പിങ്ങിനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും. അപ്പോൾ ഇതിൻ്റെ കുറച്ച് സമ്മറി ആയിട്ട് എനിക്ക് പറയാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു.